എല്ലാവരിലും നെഗറ്റീവ് ചിന്തകൾ വരും. നെഗറ്റീവ് ചിന്തകളെ, ടോക്സിക് ചിന്തകളെ വലിച്ച് ഇരുത്തണം, ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. 73-ാം സങ്കീർത്തനത്തിൽ ഒരാള് പാട്ട് എഴുതുക, സങ്കീർത്തനം എഴുതി വരുമ്പോൾ സ്വന്തം കഥ അങ്ങ് എഴുതിപ്പോയി. പുള്ളി നോക്കിയപ്പോൾ ദുഷ്ടന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവർ കാശുണ്ടാക്കുന്നു, ഇത് അഹങ്കാരം പറഞ്ഞു കൂട്ടുന്നു, അവർക്ക് യാതൊരു കഷ്ടതയും കാണുന്നില്ല. നമ്മളിവിടെ ഇഷ്ടമില്ലായ്മയിൽ കൈ കഴുകി പ്രാർത്ഥിച്ച് ആരെ ഉപദ്രവിക്കാൻ പോകാതെ കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ച് എന്നും പ്രശ്നമാണ്. വിഷം വന്നിട്ട് വേണ്ടാത്ത കുറേയൊക്കെ അങ്ങോട്ട് ചിന്തിച്ചു കൂട്ടി പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്. ഇങ്ങനെ ചിന്തിച്ചാൽ ഞാൻ എൻ്റെ മക്കളുടെ തലമുറകളോട് ദോഷം ചെയ്യുമല്ലേ. സഡൻ ബ്രേക്ക് ഔട്ട്. എന്നിട്ട് ദേവാലയത്തിലേക്ക് ചെന്നു പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വിഷ്വൽസ് എല്ലാം അങ്ങ് മാറി. നോക്കിയപ്പോ ഈ ദുഷ്ടന്മാരെല്ലാം വഴുവഴുപ്പിന്മേലാണ് നിൽക്കുന്നത്. ഏത് സമയത്ത് ഒന്ന് സ്ലിപ്പ് ചെയ്ത് നേരെ പോയി വീഴുന്നത് ലേക്ക് ഓഫ് ഫയർ, തീ പൊയ്കയിലാണ് ചെന്ന് വീഴുന്നത്. ലോകത്തിൽ ഒരു ദുഃഖമില്ലാതെ അല്ലലില്ലാതെ ജീവിച്ച് ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടി സുഖിച്ച് ജീവിച്ച് നരകത്തിൽ പോകുന്നതാണോ ഇഷ്ടം? അല്പം പ്രശ്നങ്ങളിലൂടെയാണെങ്കിലും ഞെരുക്കമുള്ള പാതയിലൂടെയാണെങ്കിലും ഇപ്പം ഇവിടെ കഷ്ടപ്പെട്ടാൽ നിത്യത മുഴുവൻ സ്വർഗീയ സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണോ? തിരഞ്ഞെടുക്കാം.